നമ്മുടെ ഹനീഫ് കയുടെ സ്വന്തം വീടായ AB മൻസിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. വീടിൻ്റെ ഫൗണ്ടേഷനോ വീടിൻ്റെ സൗന്ദര്യത്തെക്കാളും എൻ്റെ പെങ്ങളെ ഒരു മനസ്സിൻ്റെ ഒരു കരുത്താണ്. ഇതാണ് സ്ട്രോങ് ഫൗണ്ടേഷൻ. 16 വർഷം ഹനീഫ് ക ആ ഒരു ക്യാരക്ടറിനാണ് ഏറ്റവും പ്രാധാന്യം അവിടെ വരുന്നത്. ഞങ്ങളൊന്നുമല്ല, ആ ഒരു വ്യക്തിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. ശരിക്കും മക്കൾക്ക് ഹനീഫ് ഖാൻ്റെ ഒരു ഓർമ്മയില്ല, 4 വയസ്സിൽ മരണപ്പെട്ടില്ല. പക്ഷേ അവർക്കെല്ലാം അറിയാം. കാരണം എവിടെ പോയാലും ഹനീഫ് ഖാനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർക്കതൊരു അഭിമാനമാണ്. ബാപ്പച്ചിനെ നന്നായിട്ട് ഇപ്പോൾ അവർ പഠിച്ചു. ഓരോരുത്തർ അനുഭവങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ ബാപ്പച്ചി എന്താന്നുള്ളത് ആ 2 മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഹൗസ് വാമിംഗ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഫോട്ടോകളിൽ ഒന്നാണ് ഈ ഒരു ഫോട്ടോ. മക്കള് പിറന്നാളിനൊക്കെ കാവ്യ അധികം വന്നിട്ട് കേക്ക് കൊടുക്കും, അല്ലെങ്കിൽ വിഷ് ചെയ്യും എന്നും അവർ ഓർക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഞെട്ടലോടെ കണ്ടറിഞ്ഞ ഒരു കാര്യമായിരുന്നു 16 വർഷം ദിലീപ് ഏട്ടൻ ഇവിടുത്തെ ഇന്നോവ കാറ് സിനിമാ സെറ്റുകളിൽ ഓടാൻ കൊടുത്തിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ഇതിനിടയിൽ ഒരു സെറ്റിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ചെറിയ ടാക്സി യൂണിയൻ അവർ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ സെറ്റിൽ പ്രൈവറ്റ് കാറ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ദിലീപ് ഏട്ടൻ അന്ന സമയത്ത് ഫിലിം ഷൂട്ടിങ്ങിലായിരുന്നു. ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞത് ഹനീഫ് ഖാൻ്റെ കാറാണ്, കൊച്ചിൻ ഹനീഫ് ഖാൻ്റെ കുടുംബം ഇതിൻ്റെ അവർ വരുമാനമാണ്, തടയണമെങ്കിൽ ഇത് തടയാമെന്ന് പറഞ്ഞു. ഞാനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു പോയി എന്നാണ്. ഹനീഫ് ക ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം ജീവിതത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് തന്നെ ആളങ്ങനെ ആയിരിക്കുമല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അവർ പോയിന്ന് ഓർത്തിട്ട് നമ്മൾ അവരെ പിന്നാലെ നമ്മളെ പിന്നിലും വേറെ 2 പേരുണ്ടല്ലോ, അവരെ മുന്നിലോട്ട് കൊണ്ടുവരണം, അതും നല്ല രീതിയിൽ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ ഒരു പേര് മാത്രം മതി, കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ഹനീഫ് കയുടെ സ്വന്തം വീടായ AB മൻസിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഹനീഫ് ക നമ്മളെ വിട്ട് പോയിട്ട് 16 വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ദാ ഇവിടെ പൂവണിഞ്ഞ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ബാ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. എനിക്ക് തോന്നുന്നു ഇത് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ? വിട പറഞ്ഞിട്ട് 16 വർഷം. ഇന്നും പ്രിയപ്പെട്ട മലയാളികൾ ഹനീഫിക്കയും ഹനീഫിക്കയുടെ കുടുംബത്തെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന തെളിവാണ് കുറച്ച് ദിവസമായിട്ട് മീഡിയാസിലൊക്കെ കാണുന്നത്. പടച്ച റബ്ബിന് സ്തുതി, ഒരുപാട് നന്ദിയുണ്ട്. ഈ കുടുംബത്തെ ഇന്നും ഓർക്കുന്നു എന്നതാണ്. വീടിൻ്റെ ഭംഗിയേക്കാളും ഇതിൻ്റെ മഹത്വം ഹനീഫിക്കയെ ഓർക്കുന്നു, കുടുംബത്തെ ഓർക്കുന്നു. ഒരു കാത്തിരിപ്പിൻ്റെ വീട് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഹനീഫിക്കയുടെ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും ശ്വസിക്കുന്ന ഒരു സ്ഥലം. സത്യം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ മനസ്സിൽ തട്ടിയൊരു പോസ്റ്റായിരുന്നു. പ്രിയപ്പെട്ട ഹനീഫ് ക, നിങ്ങൾ നേടിയ പുരസ്കാരത്തിൽ ഏറ്റവും വലുത് നിങ്ങളുടെ ഭാര്യയാണെന്നുള്ളത്. അത് വളരെ ശരിയാണ്. കാരണം ഏറ്റവും അടുത്തറിയുന്നൊരു വ്യക്തിയാണ്, ഫസിലാൻ്റെ ആങ്ങളെയാണ്. 16 വർഷം അവൾ ആ ഒരു കാത്തിരിപ്പ്, 16 വർഷം ഹനീഫ് ക ബാക്കി വെച്ച സ്വപ്നങ്ങൾ, ആ മൂവർ സംഘം വളരെ സൈലൻ്റായിട്ട് ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ക്ഷമയോടുകൂടി ഓരോന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതും ഈ ഒരു വീടും. ഇപ്പം ഈ ഒരു ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം 2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ്. അപ്പം ഈ ഒരു സ്വപ്നം 16 വർഷം എടുത്തു അപ്പം എന്ന് പറയുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്ര ഡിലേ ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു ഇത്ര ഡിലേ? ഈവൻ എന്നോട് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഈ 16 വർഷം കാത്തിരുന്നത്? അതിലെനിക്ക് പറയാൻ അഭിമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ പെങ്ങളോടുണ്ട്. നമുക്ക് ഓരോരുത്തരും ഭൂമിയിലേക്ക് പടച്ചിറപ്പ് അയക്കുന്നത് ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചത് ചെയ്യാനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു നന്മയുടെ കയ്യൊപ്പ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് അച്ചീവ്മെൻറ്റ് ഈ കുടുംബമാണ്. ഇവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഇത്രയും വർഷങ്ങളെല്ലാം. പക്ഷേ ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ എന്നോട് പെങ്ങൾ പറഞ്ഞു, ഹനീഫ് ഖാൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു വീടും
അതിന് അനീഫ് ഖാൻ്റെ ഉപ്പാൻ്റെ പേര് വെക്കണുള്ളത്. അങ്ങനെ ഒരു ഉപ്പാൻ്റെ പേര് വെക്കണമെങ്കിൽ അത് അനീഫ് ഖാൻ്റെ പണം ഉണ്ടായിരിക്കണം, അവിടെ ആങ്ങളെയോ മറ്റാരതോ സഹായമല്ല. അതുകൊണ്ട് ഇത് നീ ഒന്നും പറയരുത്, കാത്തിരിക്കാൻ ഞാനും എൻ്റെ കുടുംബം തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല, 16 അല്ല 30 വർഷമല്ല ഒരു പ്രശ്നമില്ല, അത് അനീഫ് ഖാൻ്റെ പണം കൊണ്ട് തന്നെ ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ ഞാനുണ്ടായിരുന്നു പെങ്ങളെ കൂടെ. പക്ഷെ ഒരു വീട് ഒരാൾ പോലും ഈ ഒരു പൈസ ഈ ഒരു വീടിന് ചിലവഴിച്ചില്ല എന്ന്. അതാണ് ഈ ഒരു വീടിൻ്റെ മഹത്വം. അത് ശരിക്കും ഭയങ്കര ഒരു അഭിമാനത്തോടുകൂടി ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പറഞ്ഞ പോലെ കമന്റ്സ് നോക്കുന്ന സമയത്താണെങ്കിലും ഇത്തേനെ കുറിച്ചിട്ടാണെങ്കിലും പൊന്നു പോലൊരു ഭാര്യ, പൊന്നു പോലെ 2 മക്കൾ എന്നൊക്കെ കുറേ കമന്റ്സ് കാണുമ്പോൾ നമുക്കും നമ്മുടെ ആരൊക്കെയാണെന്ന് തോന്നുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ ശരിക്കും മീഡിയാസിനൊക്കെ ഞങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ പറ്റിയതിലും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നതിലും ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ പൊന്നു പോലത്തെ ഭാര്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു ബ്രദറാണ്. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. ഞാനൊരു 2ാമത്തെ വർഷമാകുന്ന സമയത്ത് ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിച്ചു, ഫാസി ഒരു വിവാഹം നമുക്ക് ആലോചിച്ചുകൂടെ ചോദിച്ചു. കാരണം അവരും ചെറുപ്പമാണ്. എന്നോട് അവർ പറഞ്ഞു, അനീഫ് ഖാൻ്റെ ഓർമ്മ ഒന്ന് പോയിക്കോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിലാണ്, ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോയി. 2-3 വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഒരു 6 വർഷം കഴിഞ്ഞിട്ട്, ഫാസി അന്ന് ചോദിച്ച ചോദ്യം എന്തെങ്കിലും തീരുമാനങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. ഹനീഫ് ഖാൻ്റെ ഓർമ്മ പോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. 16 വർഷമായിട്ട് ഞാനിപ്പോൾ ചോദിക്കാറില്ല. കാരണം ഞാനത് കണ്ടറിയുന്നുണ്ട്. ഒരു വിവാഹമൊന്നുമല്ല ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാ ഒരു സ്നേഹമാണ്. കാരണം അതിൽ ഒരു ലൈഫിൽ ഓരോരുത്തരും ഓരോ എൻജോയ്മെൻ്റ് ആണ്. ഇവർ ആ ഓർമ്മകളിലൂടെ എൻജോയ്മെൻറ്റ്. അനീഫ് ഖാൻ്റെ ആഗ്രഹം പോലെ തന്നെ അനീഫ് ഖാൻ പറയായിരുന്നു ഒരു മോളെ CA അല്ലെങ്കിൽ CS ഇങ്ങനെ പഠിപ്പിക്കണം. അപ്പം എൻ്റെ പെങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരാളെ CAയും ഒരാളെ CS-ഉം അത്ര പോലും അർത്ഥവത്തമാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ട്. ഇനിയും അവർക്ക് ഒരുപാട് ആഗ്രഹം. അനീഫ് ഖാൻ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്, അതിങ്ങനെ പറയുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഹനീഫ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ. അപ്പം പലരും പറഞ്ഞൊരു കാര്യമാണ്, സ്വപ്നങ്ങൾ ഉള്ള ഒരാളാണ്, അതേപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണാൻ പ്രചോദനം നൽകുന്ന ഒരാളും കൂടിയാണ് ഹനീഫ് ഖാൻ എന്ന് കുറേ പേര് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സത്യമാണ്. അനീഫ് ഖാൻ, നമ്മൾ കാണുന്ന അനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിത്തിരയിലെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സംവിധായകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്, ആർട്ടിസ്റ്റ്. പക്ഷേ ബിഹൈൻഡ് ദ സ്ക്രീന് ഹനീഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഫിലിം ഇൻഡസ്ട്രി ഒരു കരുതലാണ്. നിങ്ങൾ ഏതൊരു ആക്ടറോട് ചോദിക്കുകയാണെങ്കിലും ഹനീഫ് ഖാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. കാരണം ബിഹൈൻഡ് ദ സ്ക്രീന് പുള്ളി അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒരു ഫിലിം ഒരു ബിസിനസ് കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യലേക്ക് പോയിട്ടുണ്ട്. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും കരാവലിൽ പോകുന്നു, ഓരോരുത്തർക്കും ഓരോ ഒരു പേഴ്സണൽ ലൈഫായിരുന്നു. മുന്നേ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ്ക്കൊക്കെയുള്ള ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിലിം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ചുറ്റും ഇരിക്കും, ഒരു കസാര വെച്ച് ഒരു ചുറ്റും ഇരുന്നിട്ട് അവരിങ്ങനെ സംസാരിക്കാനാണ് കുടുംബ വിശേഷങ്ങളും പടത്തിനെ കുറിച്ചും. ഭയങ്കര ബോണ്ടിങ് ആണത്. അങ്ങനെയൊക്കെയുള്ള കാരണം എല്ലാവരും പ്രശ്നങ്ങളിലേക്കും ഇടപെടുക, അവരെ സ്വന്തമായി പ്രശ്നങ്ങൾ കാണുക, അത് സോൾവ് ചെയ്യുക. ഇന്ന് ഇൻഡസ്ട്രിയിൽ പിന്നെ ശരിക്കും അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല. ഇപ്പോൾ ഈ അമ്മൻ്റെ ഒക്കെ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്തൊക്കെ ശരിക്കും നമുക്ക് കാരണം ഞാൻ അനീഫ് ഖാനെ ക്ലോസ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച വ്യക്തിയാണ്, എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ചില പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ചില സിനിമകൾ ഇപ്പോൾ കാണാറില്ല. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് കണ്ട് ചിരിച്ചിരുന്ന കുറേ സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ അതിൽ പല ആളുകളും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ചില സിനിമകളിലെ സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അവരില്ലാതെ ഇത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളൊരു സാധനം. അതായത് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അത്രയും ചിരിപ്പിച്ച ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്, പക്ഷെ അതിന്ന് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ആ ചിരി വരില്ല. അപ്പം അത്രയും ഡെപ്തായിട്ട് നമ്മളിലേക്ക് എത്തിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത ആളാണ് ഹനീഫ് ഖാൻ. 4 ദിവസം മുന്നേ CID മൂസൻ്റെ ഡയറക്ടർ ജോണി ആൻ്റണി സർ, അതുപോലെ അശോകട്ടൻ, ഹൈസ്ട്രി അശോകട്ടൻ, ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഇതായിരുന്നു. കാരണം മീഡിയാസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു CID മൂസ 2ാം ഭാഗം. അവൻ ആൻ്റണി സർ ചോദിച്ചു, അതിന് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം സലീം കുമാർ പോയി, ഹനീഫ് ഖാൻ പോയി. കാരണം ഇതെങ്ങനെയാണ് എടുക്കണം എന്നുള്ളത് പോലും അവർക്കൊരു അത്രയും ഒരു ആർട്ടിസ്റ്റ് അവരൊക്കെ ശരിക്കും ഒരു റീപ്ലേസ്മെന്റ് ഇല്ല എന്നാണ്. ഒരിക്കലും ഇല്ല. CID മൂസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ ലൊക്കേഷൻ അനീഫ് ഖാൻ്റെ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ജസ്റ്റ് പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആന്റണി സർ അന്നും പറഞ്ഞായിരുന്നു, ഒരു പാട്ട് സീൻ്റെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് ഫിലിം ഷൂട്ട് കഴിഞ്ഞു, അനീഫ് ഖാൻ്റെ ഭാഗം കഴിഞ്ഞ സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിക്കോട്ടെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ജോണി പറഞ്ഞു, നീ എന്തീ പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടാണ് ഈ അഭിനയിച്ചെന്ന് ചോദിച്ചു.
ഞാൻ പറയും ഇത്രയും സെറ്റൊക്കെ കാണാൻ ദിലീപിന് എവിടെയും പോകേണ്ട ആവശ്യമുണ്ട്, കാരണം പിന്നെ ഈ ഒരു സെറ്റ് വീണ്ടും വേണം. എൻ്റെ ഒരു 1-2 മണിക്കൂറല്ലേ സാരല്ലോ, ഉമ്മക്ക് വയ്യാതെ കിടന്ന ഉമ്മയാണ്, ഞാൻ അവിടെ തന്നെ വരുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തി. കാരണം ഇന്ന് ആളുകളെ ഒരു തുമ്മൽ വന്നിട്ടുണ്ടെങ്കിൽ ലീവ് എടുത്ത് പോകുന്നതാണ്. കാരണം ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അനീഫ് ഖാൻ്റെ കമ്മിറ്റ്മെൻറ്റും ആ പങ്ക്ച്വാലിറ്റിയും അതൊന്നും ഫിലിം ഫീൽഡിൽ ഒരാൾക്കും മറക്കാൻ കഴിയില്ല. അതെ, ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കറക്റ്റ് 3 ഫോട്ടോ ഇവിടെ തന്നെ വെക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? കല്യാണ ഫോട്ടോ, അതിലുള്ള വ്യക്തികൾ അനീഫ് ഖാക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തികളാണ് മമ്മൂക്കയും ലാലേട്ടനും. പിന്നെ അനീഫ് ഖാൻ്റെ ഫോട്ടോ, പിന്നെ മക്കളുടെ ഫോട്ടോ ഇതിലാണ്. ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മമ്മൂക്കാനെയും ലാലേട്ടനും രണ്ടുപേരും തുല്യമായിട്ട്, രണ്ടുപേർക്ക് ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടോ എന്നറിയില്ല. കാരണം ഈ ഒരു ഇൻഡസ്ട്രി ആകുന്ന സമയത്ത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ കാണാം. പക്ഷേ 0 ഹേറ്റേഴ്സും ഒരു 0 കംപ്ലയിൻസ് ഇല്ലാതെ കൊണ്ടുപോയ ഒരു ജെന്റിൽമാനാണ്. അതൊരു വലിയൊരു കാരണം വെച്ചാൽ അനീഫൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇവരൊക്കെ ഓരോ വീട്ടിൽ പോയാൽ 3-4 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. ലാലേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് മുന്നേ ഫസ്റ്റ് ലാലേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇരിക്കുന്ന സമയത്ത് അമ്മ ലാലേട്ടനെ വിളിച്ചു പറഞ്ഞു, ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ഇപ്പം കുറേ നേരം ഇരിക്കുന്നത്, അവനോടൊന്ന് പോകാൻ പറയുമോ, കാണിച്ചാൽ അവനൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ. സ്റ്റാർട്ടിങ്ങിലാണ്, എത്രയോ വർഷം മുപ്പറെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നതിനേക്കാളും അമ്മക്ക് അനീഫാനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയായിരുന്നു അത്. അനീഫ്ക പറഞ്ഞല്ല, വേറെ ത്രൂ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇവരുടെ കൂടെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് കേൾക്കുന്നത് ഒക്കെ എൻ്റെ മനസ്സിൽ ഇന്നും ഉള്ള, കാരണം അത്രയും വിശ്വാസമാണ്. അതുപോലെ തന്നെ മമ്മൂക്കാൻ്റെ ഫാദർ മരണപ്പെട്ട സമയത്ത് അനീഫ്ക അവിടെ പോയിരുന്ന് 3 മണിയായി. ലാസ്റ്റ് മമ്മൂക്ക പറഞ്ഞു, ഹനീഫ എനിക്ക് ഉറങ്ങണം, നീ എനിക്കൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അത്രയും കെയറിങ് ആയിട്ട് അവിടെ അങ്ങനെയാണ്. അനീഫ്ക അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഉണ്ടാവും. അല്ലാതെ ഒരാൾ പോയി കണ്ടു വരുന്നതെല്ലാം അവിടെ ഉണ്ടാവും. അത് ഈവൻ എൻ്റെ ഫാമിലി തലശ്ശേരിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുന്ന സമയത്ത് ഹനീഫ് ഖാൻ്റെ നിറ സാന്നിധ്യം ഉണ്ടാവും, ഇരിക്കൂല. വേറൊന്ന് ഞാൻ കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പൻ്റെ മുന്നിൽ ഇന്ന് വരെ ഹനീഫ് ഖാ ഇരുന്നിട്ടില്ല എന്നാണ്. ബാപ്പയെ ഭയങ്കര കാര്യമാണ്. ഈ വീട്ടിൻ്റെ പേര് AB മൻസിൽ എന്നാണ്, AB മുഹമ്മദ് എന്നാണ് പേര്, AB മൻസിൽ എന്നാണ്. ബാപ്പയുടെ മുന്നിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല എന്നാണ് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എൻ്റെ പെങ്ങൾ പറഞ്ഞാണ് ഇന്ന് വരെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും റെസ്പെക്റ്റാണ്. അനീഫ് ഖാൻ്റെ കല്യാണ സമയത്തൊക്കെ ബാപ്പൻ്റെ ഫോട്ടോ സ്റ്റേജിലുണ്ടായിരുന്നു. ഭയങ്കര റെസ്പെക്റ്റാണ്. ഇതൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പുറം ലൈഫ് നമ്മൾ ചിന്തിച്ചതുപോലെയല്ല, ഒരു വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് മൂപ്പർ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 16 വർഷമായിട്ടും ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അനീഫ് ഖാൻ്റെ ഓർമ്മകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഏതെങ്കിലും ഡെയിലി ഏതെങ്കിലും ഒരു ചാനലിൽ അനീഫ് ഖാനെ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ റീൽസ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ, അല്ലെങ്കിൽ ഇമോജി സ്റ്റിക്കർ ആയിട്ടെങ്കിലും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് വാട്സാപ്പില്. നമ്മള് ഡെയിലി, അതായത് നമുക്കിപ്പം പറയാനുള്ള കാര്യം ഹനീഫ് കയുടെ ഒരു ആക്ഷന്റെ ഒരു സ്റ്റിക്കർ അയച്ചു കൊടുത്ത അതിലുണ്ട്. ഇപ്പം സലീമേട്ടൻ ഇവരുടെയൊക്കെ സ്റ്റിക്കേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർമ്മകൾ മരിക്കില്ല, ഒരിക്കലും ഇല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ ആളുകളാണ്. അപ്പം അത് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനത്തെ ആളുകളുടെ ഇന്റർവ്യൂ എടുക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മസ്താനി മക്കൾ സഫ മർവ ഡിസൈൻ ചെയ്ത വീടാണ്. നമുക്കൊന്ന് കണ്ടുകൂടെ വീട്? ഓക്കെ, കാണാം. സഫ മർവയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അനീഫ് ഖാന്റെ ഓർമ്മകളാണ് ഒരുപാട്. അതെ, ഇതില് പിന്നെ കുറെ മൊമെന്റോസ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം, കാരണം അനീഫ് ഖാന്റെ ഓർമ്മകളാണ്. കിരീടം, എനിക്ക് തോന്നുന്നു കിരീടത്തിലെ ക്യാരക്ടർ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു. അതെ. ശരിക്കും അനീഫ് ഖാ സീരിയസ് ആയിട്ട് അഭിനയിച്ച ഒരു പടമായിരുന്നു കിരീടം. പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ജനങ്ങൾ അത് തമാശയിലെടുത്തു. അതോടെ അനീഫ് ഖാന്റെ ട്രാക്ക് മാറി. പിന്നെ കംപ്ലീറ്റ് തമാശ, പഞ്ചാബി ഹൗസും ഒക്കെ തമാശകൾ. ആദ്യം ഫസ്റ്റ് ഒരു ട്രാക്ക് മാറുന്ന ഫിലിം, ഒരു വില്ലൻ ക്യാരക്ടർ റോളിന്ന് ട്രാക്ക് മാറുന്ന ഫിലിം കിരീടമാണ്. അല്ല, അപ്പൊ ആ ക്യാരക്ടർ ശരിക്കും സീരിയസ് ആയിട്ടാണ് ചെയ്തത്. അനീഫ് ഖാ സീരിയസ് ആയിട്ട് അഭിനയിച്ചതാണ്. അനീഫ് ഖാ ഒരു ചട്ടമ്പി ആയിട്ട് സീരിയസ് ആയിട്ട് അഭിനയിച്ചത് ജനങ്ങൾ ഒരു തമാശയിലെടുത്തു.
പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ട്രാക്ക് മാറി. ഓക്കെ. പക്ഷെ നമ്മള് ശരിക്കും വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ അറിവായിരിക്കും. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന ഫണ്ണായിട്ടുള്ള ഒരു ചട്ടമ്പി, ആ ഒരു ക്യാരക്ടറായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കീർത്തി ചക്ര, ചിത്രം, എനിക്ക് തോന്നുന്നു കിരീടത്തിന്റെ റീ റിലീസിന്റെ സമയത്താന്ന് തോന്നുന്നു ലാലേട്ടൻ ഭയങ്കരമായിട്ട് വിഷമിച്ച്. സീന് കാണുന്ന സമയത്ത് കാണാൻ പറ്റിയില്ല, കൂടെ അഭിനയിച്ച ആരും ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടനായിരുന്നു ഹനീഫ് ഖാ. എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്, ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും പുറത്താണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഒക്കെ. കാരണം ഈ വീഡിയോസിന്റെ താഴെ ഓരോ കമന്റ്സ് കാണുമ്പോൾ പോലും പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് ഒന്നുമില്ല. നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഹനീഫ് ഖാൻ്റെ ഓർമ്മകൾ, അത് ഓരോരുത്തരും നല്ല കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ മക്കളും വൈഫുമാണ്. ശരിക്കും മക്കൾക്ക് ഹനീഫ് ഖാൻ്റെ ഒരു ഓർമ്മയില്ല, 4 വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം അറിയാം. കാരണം എവിടെ പോയാലും ഹനീഫ് ഖാനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർക്കതൊരു അഭിമാനമാണ്. ബാപ്പച്ചിനെ നന്നായിട്ട് ഇപ്പോൾ അവർ പഠിച്ചു, ഓരോരുത്തർ അനുഭവങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ ബാപ്പച്ചി എന്താന്നുള്ളത് ആ 2 മക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം 4ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഈ ഒരു 4ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹനീഫ് ഖാൻ ഏറ്റവും പീക്ക് സമയമായിരുന്നു. ലാസ്റ്റ് 6 years ആയിരുന്നു ഹനീഫ് ഖാൻ്റെ നല്ലൊരു പീക്ക് സമയം. ബാക്ക് ടു ബാക്ക് സെറ്റാണ്, രാവിലെ ഒരു സെറ്റ്, വൈകിട്ട് ഒരു സെറ്റ്. ഇപ്പം ഹനീഫ് ഖാ രാത്രി 3 മണിക്കൊക്കെ വീട്ടിൽ കയറി വരും. അപ്പോൾ ഈ മക്കൾ അന്ന് 3-4 വയസ്സിൻ്റെ ആ സമയമാണ്. മക്കളിങ്ങനെ ഉറങ്ങുന്നുണ്ടാവും, മക്കളെയും കെട്ടിപ്പിടിച്ചിരിക്കും, കരയും. അപ്പോൾ പെങ്ങൾ ചോദിക്കും എന്തിനാണ് അങ്ങനെ. പക്ഷെ ഹനീഫ് ഖാക്ക് അറിയാം ഹനീഫ് ഖാൻ്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നുള്ളത്. ഹനീഫ് ഖാക്ക് അസുഖം അറിയായിരുന്നു, ഹനീഫ് ഖാൻ്റെ അസുഖം ഹനീഫ് ഖാക്ക് അറിയായിരുന്നു. പക്ഷേ ഹനീഫ് ഖാ പറഞ്ഞില്ല. നമ്മളൊക്കെ 4 മാസം മുമ്പ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഭാര്യ അടക്കം 4 മാസം മുമ്പ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുവരെ ഹനീഫ് ഖാ അതുകൊണ്ട് ഇങ്ങനെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു പെങ്ങൾ. പിന്നീടാണ് പെങ്ങൾക്ക് പോലും അറിഞ്ഞത് ഇതൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിട്ട് കൊണ്ട് തന്നെ ഹനീഫ് ഖാ ചെയ്താന്നുള്ളത്. മക്കളിങ്ങനെ വളർത്തണം, മക്കളെ പഠിപ്പിക്കണം. 4 വയസ്സുള്ളൊരു കുട്ടീനെ ഈ CA ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത്രയും മുമ്പ് ആ ഒരു വിഷൻ, ആ ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ ചെയ്യണം, വീട് എൻ്റെ പേരിൽ തന്നെ മീൻസ് ചെയ്യണം, ഞാനെല്ലാം കരുതി വെച്ചിട്ടുണ്ട്, ഒന്നും ടെൻഷൻ ആവരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഈ ഒരു ഫാമിലിനെ ഇത്രയും ഒരു സ്റ്റേണായിട്ട് നിർത്തിക്കണമെങ്കിൽ ഹീ പ്ലേഡ് എ ബിഗ് റോൾ. അത്രയും അത് ശരിക്കും ആ പെങ്ങളും മക്കളും ഹനീഫ് ഖാൻ്റെ സ്റ്റോറി റീറൈറ്റ് ചെയ്തു. അവർ റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഒരാൾ മരണപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നില്ല. ഒരു കറക്റ്റ് അവിടെ ഒരു എല്ലാ കാര്യങ്ങളും ഹനീഫ് ഖാ തന്നെ പറഞ്ഞിട്ടാണ് ഈ ലോകത്തിന് വിട പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് സമയത്ത് എടുത്ത ഫോട്ടോ ആണെന്ന് ഓർമ്മയുണ്ടോ? ഇത് 94 കല്യാണ സമയത്താണ്. ഇത് മരിക്കുന്ന ഒരു കുറച്ച് മുന്നേ എടുത്ത ഫോട്ടോ. അതെ, ഇത് 94 ഹനീഫ് ഖാൻ്റെ മമ്മൂക്ക, ലാലേട്ടൻ, പ്രിയേട്ടൻ, പിന്നെ ഹനീഫ് ഖാൻ്റെ കൂടെയുള്ള മണി, ഹനീഫ് ഖാൻ്റെ കൂടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള മണി മൂപ്പറാണുള്ളത്. മക്കള്, ഇത് അവരായിട്ടുള്ള ആദ്യത്തെ ഫോട്ടോ ആണ്. അതെ അതെ അതെ. 4ാമത്തെ വയസ്സിലാണ് ഹനീഫ് ഖാ വിട പറയുന്നത്. ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഹനീഫ് ഖാക്ക്, ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോയിലൂടെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് എപ്പോഴും. അതുകൊണ്ട് തന്നെ ബാപ്പച്ചിൻ്റെ ഫോട്ടോസൊക്കെ സ്റ്റേജിൽ വരുന്നുണ്ട്. ഹനീഫ് ഖാൻ്റെ കല്യാണത്തിന് സ്റ്റേജിൽ ഒരു ഫോട്ടോ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസുകളിലൂടെ നമുക്ക് വീണ്ടും ഓർമ്മകൾ വരും. പക്ഷേ ഹനീഫ് ഖാക്കിൻ്റെ ഓർമ്മകൾ ഫോട്ടോസൊന്നും വേണ്ട ആവശ്യമില്ല. ഹനീഫ് ഖാൻ്റെ ആ ഒരു ജീവിതം തന്നെ മതി എല്ലാവർക്കും ഓർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഡൈനിങ് ഏരിയ അല്ലേ? ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി സഫ മർവ ഡിസൈൻ ചെയ്തു. അവരെ തീമാണ് അവർക്ക് വിട്ടുകൊടുത്തു. അവരെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ കളർ കോമ്പിനേഷൻ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇവിടെയും കുറച്ച് ട്രോഫീസ് ഇരിക്കുന്നുണ്ട്. ഇവിടെ മക്കള് കുറച്ച് ഇത്, അതുപോലെ തന്നെ ഹനീഫ് ഖാന്റെയും ഉണ്ട്. ഇതൊക്കെ വളരെ റയർ ഫോട്ടോ ആണ്. ഇതില് നസീർ ഖാ, ലാലു അലക്സ്, സുകുമാരേട്ടൻ, ബാലക്കൻ നായർ, ഹനീഫ് ഖാ. ഇതിന് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മകളിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ മല്ലികേച്ചി വിളിച്ചായിരുന്നു. വരും, ഈ ആഴ്ച വരും, മല്ലികേച്ചി വരും. അപ്പം അവർ പറഞ്ഞു വെച്ചാൽ പഴയ ഓർമ്മകളെന്നും സുമാരിലൊക്കെ പറയാറുണ്ട് ഹനീഫ് ഖാനെ കുറിച്ചൊക്കെ. ആ ഓർമ്മകളൊന്നും ഇന്ന് സിനിമയിലേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് വളരെ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. സത്യം. ഇവിടെ ഒരുപാട് മൊമെന്റോസ് ഉണ്ട്. ഇപ്പം 125 days കസ്തൂരിമാൻ, അവിടെയും കണ്ടു 150 days. അതായത് എനിക്ക് തോന്നുന്നു
ഇപ്പൊ അങ്ങനെ അധികം സിനിമകൾ ഇത്രയും ദിവസങ്ങൾ ഓടാറില്ല ശരിക്കും. പണ്ട് ആ ഒരു സമയത്ത് 100 ദിവസം 120 ദിവസം ഭയങ്കര ആഘോഷമായിരുന്നു. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് OTT വരും, അങ്ങനെ ആയിപ്പോയി. ഓക്കെ, ഇവിടെയും കുറേ ട്രോഫീസ് ഉണ്ട്. ഇതില് ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഹൗസ് വാമിംഗ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഫോട്ടോകളിൽ ഒന്നാണ് ഈ ഒരു ഫോട്ടോ, കാവ്യ ചേച്ചിയുടെ കൂടെ. ഇതിനെന്തെങ്കിലും മെമ്മറീസ് ഓർമ്മയുണ്ടോ? എന്നും അവരെ എല്ലാ ബർത്ത്ഡേക്കൊക്കെ മക്കളെ പിറന്നാളിനൊക്കെ കാവ്യ അധികം വന്ന് കേക്ക് കൊടുക്കും, അല്ലെങ്കിൽ വിഷ് ചെയ്യും, എന്നും അവർ ഓർക്കാറുണ്ട്. ഏറ്റവും നമുക്ക് മെയിൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മ, കാരണം എന്നും വിളിക്കാറുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഇത് എത്ര വയസ്സിലുള്ളതാണ്? ഒരു 3 years സോറി ഇതൊരു 6 years ഉണ്ടല്ലേ, ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ച് വിശേഷങ്ങൾ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഒരുപാട് വീഡിയോസും ഒരുപാട് സന്തോഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഞെട്ടലോടെ കണ്ടറിഞ്ഞ ഒരു കാര്യമായിരുന്നു 16 വർഷം ദിലീപേട്ടൻ ഇവിടുത്തെ ഇന്നോവ കാറ് സിനിമാ സെറ്റുകളിൽ ഓടാൻ കൊടുത്തിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം. അത് കുറേ പേര് ഭയങ്കര ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഞെട്ടലോടുകൂടിയും അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കണ്ടൊരു കമൻറ്റാണ്, അതായത് അയാൾ കള്ളനൊന്നുമല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരാളാന്ന്, അങ്ങനത്തെ കുറേ കമൻസ് ഒക്കെ കണ്ടു. അപ്പം എങ്ങനെയായിരുന്നു അത്? ദിലീപേട്ടൻ ഈ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. അനീഫ് ഖാൻ്റെ മരണത്തിന് മുന്നേ ഒരു 5-6 വർഷം അനീഫ് ഖാൻ്റെ കൂടെ. അനീഫ് ഖാൻ്റെ റെമുനറേഷൻ, അതായത് ദിലീപ് ഡബ് ചെയ്യുന്ന മുന്നേ ഫസ്റ്റ് ചോദിക്കും കൊച്ചിൻ അനീഫ് ഖാൻ്റെ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ, പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത ശേഷം മാത്രമേ ഡബ്ബിങ് ചെയ്യാറുള്ളൂ. അങ്ങനെ മരണത്തിന് മുന്നേ ഒരു 5-6 വർഷവും ദിലീപേട്ടൻ കൂടെ ഉണ്ടായിരുന്നു അനീഫ് ഖാൻ്റെ കുടുംബത്തോടൊപ്പം. അത് അനീഫ് ഖാൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ചും ദിലീപേട്ടൻ്റെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കണം അനീഫ് ഖാൻ്റെ എല്ലാ സ്വഭാവവും അതിൻ്റേതായ രീതിയിൽ മാനിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക സഹായം ഡയറക്റ്റ് ചെയ്യാതെ ഒരു ബിസിനസ്സായിട്ട്, അതൊരു ഇന്നോവ, അനീഫ് ഖാൻ്റെ ഇന്നോവ ആണ് എൻ്റെ സെറ്റിലോടാം, അതൊരു റെൻ്റലായിട്ട് ഈ ഫാമിലിക്ക് ഒരു മാസം പോലും ഇതില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു സെറ്റിൽ വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടായി. ഒരു ചെറിയ ടാക്സി യൂണിയൻ അവർ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ സെറ്റിൽ പ്രൈവറ്റ് കാറ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ദിലീപേട്ടൻ അന്ന സമയത്ത് ഫിലിം ഷൂട്ടിങ്ങിലായിരുന്നു. ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞത് ഹനീഫ് ഖാൻ്റെ കാറാണ്, കൊച്ചിൻ ഹനീഫ് ഖാൻ്റെ കുടുംബം, ഇതിൻ്റെ അവർ വരുമാനമാണ്, തടയണമെങ്കിൽ ഇത് തടയാമെന്ന് പറഞ്ഞു. ഞാനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു പോയി എന്നാണ്. അവരും ഹനീഫ് ഖാനോട് കാണിച്ച സ്നേഹമാണ്, ആ ഒരു യൂണിയൻ ടീമും കൂടിയും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെയാണ് ദിലീപേട്ടൻ. പിന്നെ അത് മാത്രമല്ല, എന്നും കുടുംബത്തെ എല്ലാ നല്ല നല്ല ദിവസങ്ങളിലും സങ്കടങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മക്കളെ ബർത്ത്ഡേസൊക്കെ വിളിക്കും, ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും പാതിരാക്ക് അന്ന് 3:45 ഈ ഒരു ഹൗസ് വാമിങ്ങിന് വീട്ടിൽ വരണമെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബന്ധം വാക്കുകൾക്കപ്പുറമാണ്. അതാ നമ്മൾ കുറേ വീഡിയോസിൽ ഇപ്പോൾ ദിലീപേട്ടൻ എവിടെയെന്ന് കുറേ നമ്മൾ വന്ന മീഡിയക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പാല് കാച്ചലിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു ഇപ്പം 16 വർഷം കാത്തിരുന്ന ഈ ഒരു വീട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? ദിലീപേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ ദിലീപേട്ടനും ആഗ്രഹിച്ചതാണ്. അനീഫ് ഖാൻ സ്വപ്നങ്ങൾ ദിലീപേട്ടനും, കാരണം ഇവരെക്കാളും കൂടുതൽ 8-9 മണിക്കൂറൊക്കെ ഇവരെ കൂടിയായിരുന്നു അനീഫ് ഖാൻ്റെ നല്ല നല്ല സമയങ്ങളുണ്ടായത്, ഒരുപാട് ദിവസങ്ങൾ. അപ്പം എന്തായാലും അനീഫ് ഖാൻ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. ആ അനീഫ് ഖാൻ്റെ ഒരു അഭാവം ഇന്ന് ഈ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പുള്ളി ഭയങ്കര ഒരു സങ്കടമായിരുന്നു. എന്നോട് പറഞ്ഞ ആകെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഹിദാസ് ഏട്ടൻ ലോഹിയും അനീഫ് ഖാൻ്റെയും അഭാവം ശരിക്കും ഇന്ന് ഇൻഡസ്ട്രിയിൽ കാണിക്കുന്നുണ്ടെന്നാണ്. ദിലീപേട്ടൻ്റെ ഒരു പ്രശ്നത്തിന് മാത്രമല്ല, കാരണം ഇന്ന് ഒരു അമ്മൻ്റെ ഒക്കെ ഇഷ്യൂസ് കാണുന്നില്ല, അമ്മ സംഘടനയൊക്കെ, ഹനീഫ് ഖാനും ഇന്നസെൻ്റ് ഏട്ടൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിങ്ങനൊന്നും ആവില്ല എന്നാണ് ദിലീപേട്ടനെ പോലത്തെ ഒരുപാട് ആളുകൾ ഇന്നും അനീഫ് ഖാനെ കുറിച്ച് പറയുന്നത്. സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ നല്ല നല്ല തലമുറകൾ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം മറ്റൊരു കൊച്ചിൻ ഹനീഫ് ഇനി ഉണ്ടാവില്ല, മറ്റൊരു ഇന്നസെൻ്റ് ഇനി ഉണ്ടാവില്ല, മറ്റൊരു സലീം കുമാർ ഇനി ഉണ്ടാവില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഇത്രയും അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഇമോഷണലി വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? സത്യം, അത് ഭയങ്കര ഫീലാണ്. അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
കാരണം അവർ ശരിക്കും ഇത് ലൈഫ് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പാക്കപ്പ് അല്ലായിരുന്നു. കാരണം അതിൻ്റെ അനുഭവങ്ങളും അതൊക്കെ അവരെ മിന്നാന്ന് സിദ്ദിഖ് മരിച്ചുപോയ ഡയറക്ടർ സിദ്ദിഖ് എൻ്റെ വൈഫും 2 മക്കളും വന്നായിരുന്നു. അവർ തന്നെ പറഞ്ഞത്, കാരണം ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാലും ഇവർ ഫോൺ ചെയ്യും പോലും. വന്ന് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഇവർ ഫോൺ ചെയ്ത് അതിനെക്കുറിച്ച് തമാശകൾ പറയും. അത്രയും ബോണ്ടിങ് ആണ്. ചില സമയത്ത് തിരിച്ച് വീട്ടിൽ വന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഒന്നെങ്കിൽ അനീഫ് ഖാൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സിദ്ദിഖ് ഖാൻ്റെ വീട്ടിൽ അവിടെ വന്നിരുന്ന് അവിടെ നിന്നും 2-3 മണിക്കൂർ സംസാരിക്കുന്നത്. അത്രയും ഭയങ്കര സ്നേഹമാണ് ഇവർ തമ്മിലുള്ളത്. അത് തന്നെയാണ് നമ്മളെ പ്രേക്ഷകരും നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം അവരാ ഒരു ഫീല്. ഇപ്പോൾ നമുക്കൊരു ഫിലിം എന്ന് വെച്ചാൽ ഒന്ന് കാണുന്നു, നമുക്കൊരു ജസ്റ്റ് ടൈം പാസ്. പക്ഷെ മുന്നേ അങ്ങനെയല്ലായിരുന്നു. മുന്നേ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും ഫിലിം, ചിത്രവും വാത്സല്യം, ഇതൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഫിലിം. വാത്സല്യം ഹനീഫ് ഖാ ഡയറക്റ്റ് ചെയ്തു എന്ന് ഇപ്പോഴുള്ള ജനറേഷനിലെ ആളുകൾ കുറേ പേർക്കും അറിയില്ല. വാത്സല്യം അത് കൊച്ചിൻ ഹനീഫ് ഖാണോ ഡയറക്റ്റ് ചെയ്തേ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം മലയാളത്തിന്റെ വാത്സല്യമായിരുന്നു കൊച്ചിൻ ഹനീഫ എന്ന് വേണമെങ്കിൽ പറയാം. വാത്സല്യം ഹനീഫ് ഖാന്റെ സ്റ്റോറി തന്നെയാണ്. ഹനീഫ് ഖാന്റെ ആ കുടുംബത്തിൽ മീൻസ് ഹനീഫ് ഖാന്റെ ഒരു കുടുംബത്തെ ഹനീഫ് ഖാൻ എങ്ങനെയാണോ നോക്കിയിരിക്കുന്നത് അത് തന്നെ. ഒരു വല്യേട്ടനായിരുന്നു ഹനീഫ് ഖാൻ എന്നും. ഈ ഒരു കഥ ഹനീഫ് ഖാന്റെ കഥയായിരുന്നു. ഹനീഫ് ഖാൻ മമ്മൂക്കാണ്ട് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ആ 2-3 പടങ്ങൾ ഒരു പൊട്ടിയ സമയമായിരുന്നു. അപ്പോൾ മമ്മൂക്കൊക്കെ ഒരു പേടി ഇത് അഭിനയിക്കാൻ വേണ്ടി. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലോയേട്ടടുത്ത് പോയി. ലോയേട്ടൻ അതൊരു തിരക്കഥ എഴുതി. ഹനീഫ് ഖാന്റെ കഥ ഒരു തിരക്കഥ എഴുതിയിട്ട് പ്രസന്റ് ചെയ്തു. മമ്മൂക്ക പറഞ്ഞു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പടമാണ് ഇന്ന് ജനങ്ങൾ ഏറ്റവും ഏറ്റെടുത്തത്, വാത്സല്യം. ഞാൻ കണ്ട വേറൊരു എനിക്കൊന്ന് വീഡിയോസിലെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചിട്ടും ഇത്ത വന്നില്ല, ഇവിടെ തന്നെ നിന്നു എന്നുള്ളത്. അതെന്തായിരുന്നു? നമ്മളെല്ലാം തലശ്ശേരിയാണ്. പെങ്ങളെ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങളെ വലിയ കുടുംബമാണ്. മാളിയേക്കൽ കുടുംബം എന്ന് വെച്ചാൽ വലിയൊരു കുടുംബമാണ്. ഇന്നും തറവാടൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പെങ്ങളെ വിളിച്ചു. കാരണം 2 ചെറിയ മക്കളല്ലേ. പെങ്ങള് ഹനീഫ് ഖാന്റെ പേരിന്റെ മുന്നിൽ കൊച്ചിൻ എന്നുള്ള കൊച്ചിൻ ഹനീഫ് ഖാ കിടന്നുറങ്ങുന്നത് ഈ മണ്ണിലാണ്. ഇവിടെ വിട്ട് ഞാൻ വരില്ല, ഞാൻ സേഫാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു ഇത്രയും വർഷം അതുപോലെ ഇവിടെ വീടെടുക്കുകയും ചെയ്തു. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സംതിങ് നമുക്ക് നമ്മുടെ പടച്ച റബ്ബ് എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ തരുന്ന സമയത്ത് അതിന് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് അവർക്ക് സപ്പോർട്ടും കൊടുക്കും, മെൻ്റൽ സപ്പോർട്ടും കൊടുക്കും. ഇത് അവർക്ക് എവിടെ നിന്നൊക്കെയോ ലഭിച്ചു. അത് ഹനീഫ് ഖാ തന്നെ അവരെ ട്രെയിൻ ചെയ്തതാണ്. പിന്നെ എനിക്കും കൂടെ ഉണ്ടാവാൻ സാധിച്ചു. അവരുടെ താങ്ങും തണലുമായിട്ട് എന്നും എൻ്റെ സിസ്റ്റർ മാത്രമല്ല, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പം സിനിമയോട് കൂടി അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് ഹനീഫ് ഖാ എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയം മ്യൂസിയത്തിലെ സെറ്റിൽ ഇൻസിഡൻ്റ് ഒക്കെ പറഞ്ഞു. ആ കൂട്ടത്തിലാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അപ്പം അതിൻ്റെ പിന്നിലും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ. ഹനീഫ് ഖാ അസുഖം വന്നത് നമ്മളെല്ലാം അറിയുന്ന 4 മാസം മുന്നെയാണ്. വൈഫ് പോലും 4 മാസം മുന്നേ ആയിരുന്നു. ഞാൻ ദുബായിലാണ്. ദുബായിൽ ലാസ്റ്റ് മരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. 2 മാസം മുന്നേ ഡിസംബറിൽ ഇവിടെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് കമ്മിറ്റ് ചെയ്തു പോയി. പൈസ വാങ്ങിച്ചു പോയി, കമ്മിറ്റ് ചെയ്ത് അവർക്ക് ഒരുപാട് അവർ വെയിറ്റ് ചെയ്തു. കാരണം പക്ഷേ ഹനീഫ് ഖാൻ്റെ അസുഖം മാറുന്നില്ല. മമ്മൂക്ക, പ്രിയദർശൻ 2 പേരും പറഞ്ഞ് നീ പോവരുത്, നിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ്, നീ പോകരുത്. പക്ഷേ ആ പൈസ വാങ്ങിച്ച പൈസൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് അതിനേക്കാളപ്പുറം ജോലിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. കാരണം ഒരു ക്ലോസപ്പ് ഷോട്ട് വേണം, ചെറിയൊരു ഫൈറ്റ് സീനാണ്, ക്ലോസപ്പ് ഷോട്ട് വേണം. യാതൊരു തരത്തിലും വേറെ രീതിയിൽ എടുക്കാൻ അവർ ട്രൈ ചെയ്തു, വേറെ രീതിയിൽ എടുക്കാൻ. ഹനീഫ് ഖാൻ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു. ഇവർ വിട്ടില്ല. ലാസ്റ്റ് ഹനീഫ് ഖാൻ വന്നു. വരുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഫിറോസ് കണ്ട ഹനീഫ് ഖാൻ അല്ല, തുള്ളിച്ചാടി നടക്കുന്ന ഹനീഫ് ഖാൻ അല്ല, ഹി ടോട്ടലി ചേഞ്ച്ഡ്. ഭാരം കുറഞ്ഞു, ആകെ ക്ഷീണിതനാണ്, കണ്ടാൽ മനസ്സിലാവില്ല. യാതൊരു കാരണത്താലും നിൻ്റെ മുഖഭാവം അവിടെ മാറാൻ പാടില്ല, ഒരിക്കലും അവർക്കൊരു വിഷമം ഉണ്ടാകും. കാരണം അത്രയും മെലിഞ്ഞു പോയി. നമ്മൾ കണ്ട ഹനീഫ് ഖാൻ അല്ല. ഞാൻ കണ്ടത് കാരണം അസുഖം വന്നിട്ടാണ് വരുന്നത്. മരിക്കുന്ന 2 മാസം മുന്നേ ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടി പോയി. ഹനീഫ് ഖാൻ്റെ അനുജൻ നൗഷാദിൻ്റെ കൂടെയായിരുന്നു വന്നത്. നൗഷാദ് ഖാൻ്റെ കൂടെ വീൽ ചെയറിൽ ആ വരുന്ന സീന് കണ്ട സമയത്ത് ഇന്നും കണ്ണിൽ കാണുന്നത്. കാരണം ഞാൻ ഇന്നൊരു ആഗ്രഹിക്കാത്തൊരു ഇതായിരുന്നു. ഹനീഫ് ഖാൻ ഇന്നും തുള്ളിച്ചാടി വരുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര വളരെ ക്ഷീണിച്ചിട്ട് ആ വീൽ ചെയറിൽ ഇങ്ങനെ വരുന്ന സീൻ ഞാൻ ആകെ ഷോക്കായിപ്പോയി. പെങ്ങൾ പറഞ്ഞത് ഓർമ്മയിലുണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കണം, കരയാൻ പാടില്ല, മുഖഭാവം മാറ്റാൻ പാടില്ല എന്നുള്ള. അങ്ങനെ വന്ന സമയത്ത് അന്ന് എനിക്ക് ചെറിയ ഓഫീസിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പെങ്ങളെല്ലാം ഹനീഫ് ഖാൻ പറയും,
ഹനീഫ് ഖാൻ ചോദിച്ചു, നിൻ്റെ ആ ഓഫീസിലെ പ്രശ്നം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആളിങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നതല്ല, നിൻ്റെ ഓഫീസിലെ പ്രശ്നം. അത്രയും കുടുംബത്തെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ഡിസംബർ 20 ഫെബ്രുവരി 2 മരണപ്പെടുന്നത്. ഡിസംബർ 20 ദുബായിൽ UAE ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു. ഈവൻ ആരോഗ്യമുള്ള ആൾക്ക് പോലും നിൽക്കാൻ പറ്റില്ല പുറത്ത്, സ്വെറ്ററൊന്നും ഇല്ലാതെ. ഹനീഫ് ഖാൻ ഈ ഷൂട്ട് തെലുങ്ക് പടത്തിന് ഷൂട്ടായിരുന്നു. ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ മേലെ വിങ്സിൻ്റെ മേലിൽ നിന്ന് ഫൈറ്റ് സീന് ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ 4-5 ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ബ്ലേസർ ഇട്ട് തടി കാണിക്കാൻ വേണ്ടി ആ പഴയ രൂപം മാച്ച് ചെയ്തിട്ട് പോയി അഭിനയിച്ചു. എന്ത് സ്മാർട്ടിലാണ് അഭിനയിച്ചത്. ആ വീൽ ചെയറിൽ വന്ന വ്യക്തിയല്ലായിരുന്നു. അത്രയും സ്മാർട്ടായിട്ട് അഭിനയിച്ച് പാക്കപ്പ് ഷൂട്ട് കഴിഞ്ഞുകൊടുത്ത് ലാസ്റ്റ് സീനായിരുന്നു. ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ ഹനീഫ് കൊളാപ്സ് ആയി. അവിടെ വീണുപോയി. പിന്നെ ഓർമ്മയില്ല. കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ ഇവിടുന്ന് വീൽ ചെയറിൽ കൊണ്ടുപോയി കംപ്ലീറ്റ്ലി. പിന്നെ ഹനീഫ് ഖാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല. ലാസ്റ്റ് ഹനീഫ് ഖാൻ്റെ ജീവിതത്തിൽ ആഗ്രഹം പോലെ തന്നെ, ഹനീഫ് ഖാൻ്റെ കമ്മിറ്റ്മെൻറ്റ് പോലെ തന്നെ ലാസ്റ്റ് ആ പടത്തിൽ കട്ട് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിയുടെ ലൈഫും തീർന്നായിരുന്നു. അത്രയും കമ്മിറ്റഡ് ടു ദ ജോബാണ്. പേയ്മെൻറ്റിൽ എല്ലാം ഞാൻ പൈസ വാങ്ങിച്ചു പോയി, അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞത്. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു വലിയ പടത്തിന് ബാധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു മനുഷ്യന് ഇനി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്നും 16 വർഷമായിട്ടും പ്രിയപ്പെട്ട മലയാളികൾ ഒരു ഇത്രയും സ്നേഹത്തോടെ ആ കുടുംബത്തെ ഓർക്കുന്നത് വെച്ചാൽ ഹനീഫ് ഖാൻ ചെയ്ത ആ കാര്യം തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ലൊരു ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയാത്ത രീതിയിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കണ്ണുമുന്നിൽ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഷൊർണൂരിൽ ഒറ്റപ്പാലത്ത് സെറ്റിൽ വെച്ചിട്ട് ഒരു ആൾ വന്നായിരുന്നു. മമ്മൂക്കാനെ കാണാനാണ് വന്നത്. മമ്മൂക്ക ഷൂട്ടിലായിരുന്നു. ഹനീഫ് ഖാൻ റെസ്റ്റ് ചെയ്യുന്നത് പുറത്ത് ചേരട്ടിയിരിക്കുന്നതായിരുന്നു. ഒന്ന് മമ്മൂക്കാനെ കാണണം, എൻ്റെ മോളെ കല്യാണം. ഇങ്ങനെ കല്യാണത്തെ കാര്യത്തിൽ ആളുകൾക്ക് വരാൻ മോളെ കല്യാണമാണെന്ന് പറഞ്ഞു. അന്ന് ആ സെറ്റിൽ അഡ്വാൻസ് എന്തോ വാങ്ങിച്ചൊരു പൈസ എൻവലപ്പ് കയ്യിലുണ്ടായിരുന്നു ഹനീഫ് ഖാൻ്റെ. ഹനീഫ് ചെറിയ എന്തോ ഒരു പൈസ അറിയില്ല. അപ്പോൾ ഹനീഫ് ഖാൻ അത് കൊടുത്തിട്ട് പറഞ്ഞു, മമ്മൂക്കോട് ഞാൻ പറയാം, പേടിക്കണ്ട. മമ്മൂക്ക ഞാൻ പറയാം, മമ്മൂക്ക ഇപ്പോൾ ഫുൾ തിരക്കിലാണ്, പേടിക്കേണ്ട ആവശ്യം. ഇതെൻ്റെ കൺമുമ്പ് ഞാൻ കണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മരണാന്തരം മരിച്ച ശേഷം എൻ്റെ പെങ്ങൾ ഓരോരുത്തരും വിളിക്കും, ഫാസില നമ്മളൊരു 1 ലക്ഷം കൊടുക്കാനുണ്ട്, നമ്മളൊരു 50,000 കൊടുക്കാനുണ്ട്, നമുക്കൊരു സമയം തരണേ, ഒരു മാസം കഴിഞ്ഞ്. കാരണം അവർ വിചാരിച്ചു പെങ്ങളൊക്കെ അറിയാം, പെങ്ങൾ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഒന്നും സംഭവമല്ല. ഹനീഫ് ഖാൻ പെങ്ങളോട് പോലും പറയാറില്ല. അപ്പം പെങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളിങ്ങനെ അവർ കരുതി ഇവർക്ക് അറിയാമെന്ന് കരുതി പറഞ്ഞത് ഞങ്ങൾ കുറച്ച് സമയം തരണം, ഒരു മാസം സമയം തരണം, ഞങ്ങൾ 1 ലക്ഷം രൂപ. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചത്. ഈ ഒരു വ്യക്തി സഹായിച്ചത് ഒരാളും അറിയുന്നില്ല, സ്വന്തം ഭാര്യ പോലും. നമ്മളിപ്പോൾ സാധാരണ ഡൈനിങ് ഏരിയയിലെ ഈ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ വാഷ് ബേസിൻ ഉണ്ടാവും. അപ്പം അതിനൊരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരാൾ കഴിച്ച് എഴുന്നേറ്റ് അവിടെ കൈയെടുക്കും, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ നോർമലി ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, സെപ്പറേറ്റ് ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്, അത് ഫുള്ളി കവേർഡ്. ഞാൻ പറയാനിരിക്കായിരുന്നു, ഇത് മക്കളൊരു വെറൈറ്റി ചെയ്തു, നമുക്കൊന്ന് കാണാം. കാണാം. ഓക്കെ, അപ്പോൾ വാഷ് ബേസിൻ ഒരു വെറൈറ്റിയാണ്. ഇവിടെ ആക്ച്വലി വാഷ് ബേസിൻ മാത്രമല്ല കേട്ടോ, ചെറിയൊരു കോട്ടയാട് ചെയ്തിട്ട് പിന്നെ ഇത് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞാൻ അവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ വാഷ് ബേസിൻ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഉള്ളിൽ വേറൊരു സർപ്രൈസ് ഉണ്ട്. അവിടെ ഒരു കുറച്ചൊരു ഏരിയയിലുണ്ട് ചെടികളും കാര്യങ്ങളൊക്കെ. ഫ്ലോറിംഗ് ആയാലും അത് ഭയങ്കര കളർഫുൾ ഫ്ലോറിംഗ്. പിന്നെ ഇതിന്റെ ഒക്കെ വാളിന്റെ ഒക്കെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇതൊക്കെ ഒരു കഫേ പോലെ. ഇതെന്താ സാധനം? പക്ഷെ ഇത് ഫുൾ സഫ മർവയുടെ ഐഡിയ ആണ്. നമ്മൾ ആരും ഒന്നും കൈയിടുന്നില്ല, എല്ലാം അവർ ചെയ്തു. എല്ലാവരും കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പം നമ്മളൊന്നിനും വേണ്ട ആവശ്യമില്ല. അവരെ ഹാപ്പിനെസ്. നല്ലൊരു ഏരിയ കേട്ടോ, നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലേ? ഓക്കെ, ഇത് മാസ്റ്റർ ബെഡ്റൂം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഫുൾ ഇവിടെ എല്ലാം അവരുടെ തന്നെ ഒരു ഡിസൈൻ ആണല്ലേ? ഓക്കെ, നല്ല കളേഴ്സ്. ബാപ്പച്ചിന്റെ ഓർമ്മകൾ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. എല്ലാം അറ്റാച്ച്ഡ്. 5 ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത്. 5 അറ്റാച്ച്ഡ്. നമുക്ക് മേലെ പോവാം. ഓക്കെ, അപ്പം നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാം. ഇത് ഫുൾ വുഡൻ ആണല്ലേ? ഓക്കെ, മേലെ 3 ബെഡ്റൂംസ് ആണ്. മേലെ 3 ബെഡ്റൂം, ലിവിംഗ് റൂം. ഓക്കെ.
അപ്പൊ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ലിവിങ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഒരു ബ്ലാക്ക് തീം കൊടുത്തല്ലേ? ബ്ലാക്ക് തീം കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് ലിവിങ് ഏരിയ ആണ്. ഈ ഒരു ഇത് ക്ലോക്ക് അല്ലേ? ക്ലോക്കാണ്. പിന്നെ റേഡിയോ ഒക്കെ വെച്ച് ഭയങ്കര വെറൈറ്റി. ചെറിയൊരു സെറ്റപ്പ് ചെയ്തതാണ്. ഓക്കെ, നൈസ്. ഹനീഫ് ഖാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വീട് കാണാൻ വരുന്നുണ്ട്. ഇന്നലെ മലപ്പുറത്തുനിന്നേ ഇവിടെ വന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് റബീഹ് എന്ന് പറഞ്ഞ്, അവർ ചെയ്ത ഒരു പടമായിരുന്നു ഹനീഫ് ഖാനും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട്. ശരിക്കും മീഡിയാസിലൊക്കെ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AI-യിലൂടെ ഒക്കെ വെച്ചാൽ ഹനീഫ് ഖാനെയും കൂടി ഈ കുടുംബത്തിനോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അവർക്കൊക്കെ അങ്ങനെയാണ് കാണേണ്ടത്. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഫോട്ടോസൊക്കെ നോക്കി, പെട്ടെന്ന് ഞാൻ രണ്ടാമത് തിരിഞ്ഞു നോക്കി. അത് ഞാൻ എടുത്ത് ചോദിച്ചത് ഈ ഫോട്ടോ നന്നായിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. റബീഹ് പാറമൽ. നൈസ്. ഇനി നമുക്ക് അടുത്ത ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു സ്ഥലമാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. ഇത്താ, നമസ്കാരം. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 16 വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെ, സ്വപ്നത്തിൻ്റെ, സഹനത്തിൻ്റെ, മനഃശക്തിയുടെയൊക്കെ ഒരു ഫലമായിട്ട് ഇപ്പം ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇത്തേക്ക് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? അതിയായ സന്തോഷം. ഈ പറഞ്ഞ എല്ലാ വാക്കുകളും ഒരുമിച്ച് വന്നൊരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം സോഷ്യൽ മീഡിയ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് എല്ലാവരും നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരാളുടെ ഒരു സന്തോഷമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ താഴെ വരുന്ന കമൻസ് ആണെങ്കിലും ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ AI ഫോട്ടോസൊക്കെ ചെയ്യുന്നതൊക്കെ അത്രമേൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ആളുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം അത്രയും നമ്മളൊക്കെ സ്നേഹത്തോടു കൂടെ സ്വീകരിച്ചു. അതൊക്കെ കാണുന്നുണ്ടോ? തീർച്ചയായും. സോഷ്യൽ മീഡിയ തുറന്ന് ഇപ്പം ഇത് തന്നെയാണല്ലോ കാണുന്നത്. അതിലേറ്റവും ഇത് ഹനീഫ് ഖാൻ ആ ഒരു ക്യാരക്ടറിനാണ് ഏറ്റവും പ്രാധാന്യം അവിടെ വരുന്ന. ഞങ്ങളൊന്നുമല്ല, ആ ഒരു വ്യക്തിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ആ വ്യക്തിയുടെ സ്വപ്നം ഇപ്പം ഇത്രയും ഒരു മനഃശക്തിയോടുകൂടി നിന്ന് പൊരുതി നേടി ആ ഒരു നേട്ടം. അപ്പം അതിനത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്നുപോലൊരു ഭാര്യയും 2 മക്കളും എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പം എന്നെ ഇതേപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഫോട്ടോയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തയുടെ പ്രസൻസും കൂടെ വേണമെന്ന്. അതാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെമ്മറീസ്, ഏതെങ്കിലും ഫോട്ടോയുടെ മെമ്മറീസ് ഓർമ്മയുണ്ടോ? ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാ? ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്, ഗൃഹലക്ഷ്മിയിലെ. അതിൻ്റെ ഹനീഫ് ഖാന്റെ കൂടെയും നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തൊരു പടം ചില സമയം ഇത് തന്നെ ആയിരിക്കും, ഫസ്റ്റും ലാസ്റ്റും എല്ലാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഹനീഫ്ക്കയുടെ സ്വപ്നങ്ങളാണ് ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ഞങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിപ്പോൾ പറയാനുള്ളത്? ശരിക്കും ഈ ഒരു വീടിൻ്റെ ഫൗണ്ടേഷനോ വീടിൻ്റെ സൗന്ദര്യമേക്കാളും എൻ്റെ പെങ്ങളെ ഒരു മനസ്സിൻ്റെ ഒരു കരുത്താണ്. ഇതാണ് സ്ട്രോങ് ഫൗണ്ടേഷൻ. 16 വർഷം വീടിന് മാത്രമല്ല, ഒരുപാട് ഹനീഫ് ഖാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ അവരിങ്ങനെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയൊരു പൈപ്പ് ലൈൻ ഉണ്ട്, അവരെ നിറവേറ്റും. അതിന് അവർ ഹനീഫ് ഖാൻ തന്നെ അതെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് വിട വാങ്ങിയത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മനഃശക്തി ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? ഹനീഫ് ഖാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം ജീവിതത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് തന്നെ ആളങ്ങനെ ആയിരിക്കുമല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അവർ പോയി ഓർത്തിട്ട് അവരെ പിന്നാലെ, നമ്മളെ പിന്നിലും വേറെ 2 പേരുണ്ടല്ലോ, അവരെ മുന്നിലോട്ട് കൊണ്ടുവരണം. അതും നല്ല രീതിയിൽ. നമ്മൾക്ക് ആ ഒരു നമ്മളെ സ്റ്റാൻഡ് അതാണല്ലോ. ഹനീഫ് ഖാന്റെ ആ ഒരു ക്യാരക്ടറും എല്ലാം വെച്ച് ഒരിക്കലും ഒരു മോശമാകാത്ത രീതിയിൽ അത് കൊണ്ടുവരണം. എന്നെ എന്നും സമാധാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, പെങ്ങള് മാത്രമല്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്നോട് എപ്പം പറയും, കാരണം ഈ ഒരു കേസും ലീഗൽ ഇഷ്യൂസൊക്കെ കാരണം ഒരുപാട് നീണ്ടുപോയി. എന്നാലും പെങ്ങൾ എപ്പം പറയും, കടമാക്കിയിട്ടല്ലല്ലോ ഹനീഫ് ഖാൻ പോയത്. ഹനീഫ് ഖാൻ പോയിരിക്കുന്നത് കടമായത് കൊണ്ടല്ലല്ലോ, കിട്ടാനുള്ള കുറേ ഇതല്ലേ, അത് കിട്ടും. ഫിനു, നമ്മൾ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്, ഞാനും മക്കളും കാത്തിരിക്കാൻ തയ്യാറാണെന്നുള്ളത് ആ ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് തന്നെയാണ് മനക്കരുത്ത്, അത് തന്നെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് പ്രിയപ്പെട്ട മലയാളികളെ ഇവരെ നെഞ്ചിലേറ്റുന്നത്. ക്ഷമ. എനിക്ക് ഫസ്റ്റ് അത് പറയുമ്പോൾ എനിക്ക് പറയാം അതിൻ്റെ ഒരു അർത്ഥം, പേരിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്ഷമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പേരിനും ഈ വ്യക്തിക്കും
അത് ഏറ്റവും കൂടുതൽ അർത്ഥവത്താക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി കാണുന്ന ഫാമിലിയാണ് നിങ്ങളുടെയൊക്കെ. അപ്പം ഇതേപോലെ തന്നെ ശക്തമായിട്ട് തളരാതെ പതറാതെ മുന്നോട്ട് ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പം എല്ലാ ലക്ഷ്യങ്ങളും നിറവേറാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങളുടെ കുടുംബത്തിന് ആയുസ്, ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താ ഇപ്പം പ്രേക്ഷകരോട് പറയാൻ? പ്രിയപ്പെട്ട ഹനീഫ് ഖാൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, ഇനിയും നിങ്ങൾ ഇവരെ ചേർത്തിട്ടും ഇവരുള്ള സ്നേഹവും സന്തോഷവും എന്നും കൂടി ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.